ബാഴ്സലോണ വേഴ്സസ് ക്ലബ് ബ്രൂഗെ. ബാഴ്സലോണയുടെ നാലാമത്തെ ചാമ്പ്യൻസ് ലീഗ് മാച്ചാണ്. PSG-യുമായിട്ടുള്ള ഒരു 2-1 സ്കോറിൻ്റെ ഹോം മാച്ചിലെ പരാജയത്തിന് ശേഷം ബെൽജിയത്തിലോട്ട് എവേ മാച്ച് കളിക്കാൻ വേണ്ടി ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണ ക്ലബ് ബ്രൂഗേക്ക് പോയിരുന്നു. ക്ലബ് ബ്രൂഗേൻ്റെ ഹോം സ്റ്റേഡിയത്തിലായിരുന്നു കളി ഉണ്ടായിരുന്നത്. ക്ലബ് ബ്രൂഗെ ഞെട്ടിച്ചു ബാഴ്സലോണയെ. അവർ ലിറ്ററലി ഒന്ന് ത്രട്ടൺ ചെയ്തിട്ടുണ്ട് ബാഴ്സലോണ. ഓക്കെ, സംഭവം ശരിയാണ്. 71% ബോൾ പൊസഷനും ബാഴ്സലോണയുടെ കയ്യിലാണ്. ഓക്കെ, ക്ലബ് ബ്രൂഗേൻ്റെ കയ്യിൽ വെറും 29% ഉള്ളൂ. ആ ഒരു റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ മാച്ചിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ചേ പൊസഷൻ ഉള്ളൂ എന്നുള്ളെങ്കിലും അത് ക്വാളിറ്റി പൊസഷനാണ് ക്ലബ് ബ്രൂഗേൻ്റെ. ഓക്കെ, അവർ ക്വാളിറ്റി അറ്റാക്കുകൾ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഫോബ്സ് നല്ല കൗണ്ടർ അറ്റാക്കത്തെ നല്ല ഫോമിലായിരുന്നു. ഓക്കെ, കാർലോസ് ഫോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു ക്ലബ് ബ്രൂഗേൻ്റെ റൈറ്റ് വിങ്ങർ നല്ല ഫോമിലായിരുന്നു. നല്ല കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. ബാഴ്സലോണയുടെ ഹൈ ലൈനിനെയൊക്കെ പൊളിച്ച് കളയാണ്. ഓക്കെ, ലിറ്ററലി അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിങ്ങിലും പ്രിൻറ്റിങ്ങിലും പിന്നെ അതുപോലെ തന്നെ ആ ഒരു എജിലിറ്റിയിലും ലിറ്ററലി ആ ഒരു ഹൈ ലൈനെ ബ്രീച്ച് ചെയ്തു ലിറ്ററലി. ഓക്കെ, അത് എന്താ പറയേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ലിറ്ററലി ഞെട്ടിച്ച് കളഞ്ഞു ക്ലബ് ബ്രൂഗെ. അവസാനം നമുക്കറിയാം ക്ലബ് ബ്രൂഗെ ഒരു ഗോൾ കൂടി സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ആ ഒരു ഷെസ്നിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ബോൾ എടുത്ത സമയത്ത് ഫൗൾ ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ഗോൾ വരാതെ. അല്ലെങ്കിൽ ബാഴ്സലോണ പരാജയപ്പെട്ടേനെ. ഓക്കെ, അപ്പോൾ ബാഴ്സലോണ എനിക്ക് പേഴ്സണലി പറയാമല്ലോ 3-3 എന്നുള്ളൊരു സ്കോറിനാണ് ഈ ഒരു മാച്ച് അവസാനിച്ചത്. 3-3 എന്നുള്ളൊരു സ്കോറിന് ഡ്രോയിലാണ് അവസാനിച്ചിട്ടുള്ളത്. 4 മാച്ചിൽ 2 വിജയവും 1 ഡ്രോയും 1 സമനിലയാണ് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ കറൻറ്റ്ലി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ബാഴ്സലോണയുടെ ടാക്ടിക്സിൽ എനിക്കൊരു ചെറിയൊരു എന്താ പറയുക വിയോജിപ്പുള്ളത്. ഓക്കെ, വേറൊന്നുമല്ല, ഹൈലൈൻ ചില സമയത്തൊന്ന് ഇറക്കണടേ. ടു ബി ഫ്രാങ്ക് പറയാലോ, ഇറക്കണം. ഹാൻസി ഫ്ലിക്ക് ഞാൻ ചത്താലും ഞാൻ സിസ്റ്റം മാറ്റില്ല എന്നുള്ളൊരു മൈൻഡിലാണ് ഹാൻസി ഫ്ലിക്ക് ഉള്ളത്. ചത്താലും വേണ്ടില്ല, ഞാൻ ഹൈലൈൻ മാറ്റില്ല. ആ കയറ്റി പിടിക്കുകയാണ്. ആ ഒരു ഫസ്റ്റ് ഗോൾ വന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ബാൾഡയുടെ മിസ്റ്റേക്കാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരാം. ചില സമയത്ത് ഒരു ഹൈലൈൻ മാറ്റണടേ. കാര്യം പെഡ്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ കസേഡോക്ക് പറ്റുന്നില്ല. ഓക്കെ, ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോളിങ് വേണം, അല്ലെങ്കിൽ ഹൈലൈനിലൊക്കെ പാളിപ്പോവും. കൗണ്ടർ പ്രസ്സിന് ഓക്കെ, ഇന്നത്തെ മാച്ചിൽ റാഷ്ഫോർഡ് കുറച്ച് മോശമായിരുന്നു അവിടെ ഓപ്പോസിറ്റ് ബോക്സ് ടു ബോക്സ് പ്രസ്സിന് വേണ്ടിയിട്ട്. ലമീൻ യമാൽ അദ്ദേഹം കിഡിലം കളിയായിരുന്നു. ലമീൻ യമാൽ ഞാൻ പറഞ്ഞല്ലോ, ഹീസ് എ ജനറേഷണൽ ടാലൻറ്റ്. അതൊന്നും നമുക്ക് ആർക്കും സംശയമുള്ളൊരു കാര്യമല്ല. അദ്ദേഹം വായടച്ച് വെച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും. ലമീൻ യമാൽ നൈസ് എ ക്വാളിറ്റി പ്ലെയർ, നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ഇന്ന് നമ്മൾ അദ്ദേഹം പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ളൊരു കിടിലം ഗോള് നമ്മൾ കണ്ടു. പിന്നെ ലമീൻ യമാൽ പലരും പറയുന്നുണ്ട് ആ ഒരു എൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തു, അതുകൊണ്ടാണ് ഇപ്പോൾ ഫോമിലുള്ളത്. മനസ്സിലാവേണ്ടവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, അത് വെറുതെ ഫണ്ണായിട്ട് വരുന്നൊരു ട്രോൾ മെറ്റീരിയലാണ്. ബട്ട് സ്റ്റിൽ ലമീൻ യമാൽ ഫോമായി. ബാഴ്സലോണയുടെ ഓഡിയൻസ് നമുക്കതാണല്ലോ വേണ്ടത്. ലിറ്ററലി ആ ഒരു ലമീൻ യമാൽ ഫോമാവുന്നത് നമുക്ക് കാണണം. കാരണം ക്വാളിറ്റി പ്ലെയറാണ്, എൻ്റർടൈനറാണ്, കളി കാണാൻ നല്ല രസമാണ്. ലമീൻ യമാലിൻ്റെ കളി കാണാം. he has a very good talent, he has a very good potential, generational talent ആണ്. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ ഒരു ടാലൻറ്റ് കിട്ടുള്ളൂ. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, നമുക്കത് പ്രോപ്പറായിട്ട് കാണണം. ഓക്കെ, ആ ഒരു പുള്ളിയുടെ മാച്ചൊക്കെ ലൈവ് കാണാമെന്ന് പറയുന്നത് നല്ല രസമാണ്. പുള്ളിയുടെ ഡ്രിബ്ലിങ്, വിനീൻ്റെ ഡ്രിബ്ലിങ്, അങ്ങനെ വളരെ കുറച്ച് പേർക്കേ അത് കിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു ഫ്ലെയർ വളരെ ചുരുക്കം പേർക്കേ കിട്ടുള്ളൂ. അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി. ഓക്കെ, ടു ബി ഫ്രാങ്ക് പറയാലോ, എനിക്ക് ആ ഒരു കട്ട് ഇൻസൈഡ് ഡ്രിബ്ലിങ്, ആ ഒരു സ്കിൽസ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. സോ ആ ഒരു മെസ്സി, നെയ്മർ നമ്മൾ അവരുടെയൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്രയൊക്കെ ഒന്നുമില്ലെങ്കിലും വളരെ കുറച്ചായിട്ട് ഇവരുടെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ് ലിറ്ററലി. ഓക്കെ, അതുകൊണ്ട് ലമീൻ യമാലിനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല. പിന്നെ ലമീൻ യമാലിൻ്റെ പ്രായം അതും നമ്മൾ കൺസിഡർ ചെയ്യണം. ഞാൻ ലാസ്റ്റ് എൽ ക്ലാസിക്കോൻ്റെ റിവ്യൂ ചെയ്യാം ലമീൻ യമാലിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളപ്പോഴത്തെ ആ ഒരു മെൻ്റൽ സിറ്റുവേഷനിൽ പറഞ്ഞാൽ റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീമിനെതിരെ ഇങ്ങനെ വളരെ ഓപ്പണായിട്ട് പറയുന്നു, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രായം കൂടിയും ഏജും കൂടിയും കൺസിഡർ ചെയ്യണം. 18 വയസ്സ് മാത്രമാണ്. ഓക്കെ, നമ്മളൊക്കെ 18-ാം വയസ്സിൽ ഓരോന്ന് കാണിച്ചു കൂട്ടിയത് നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചെറിയ റിഗ്രറ്റ് ഉണ്ടാകും. കാരണം എന്തിനാണ് ആ സമയത്ത് ഞാനങ്ങനെ കാണിച്ച് ഒട്ടും മെച്ചൂർഡ് ഫേസിലല്ല ലമീൻ യമാൽ. 18 വയസ്സെന്ന് പറയുന്നത് മറ്റേ ചോരത്തിളപ്പിൻ്റെ ടൈമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ വരാം, വരാം. പക്ഷേ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോടൊന്നും നമുക്ക് യോജിപ്പില്ല, എനിക്ക് യോജിപ്പില്ല പേഴ്സണലി. പക്ഷേ പറയാം, ആ ഒരു ഏജിൻ്റെ പ്രശ്നമാണ്. എല്ലാവരും മെസ്സി റൊണാൾഡോ ഒന്നുമല്ല. ഓക്കെ, മെസ്സി റൊണാൾഡോ ആ ഒരു പ്രായത്തിൽ നല്ല മെച്ചൂർഡായിട്ട് അവർ വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു പ്രായം അവർ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ലമീൻ യമാൽ ഐഡലൈസ് ചെയ്യുന്നത് നെയ്മറാണ്. നെയ്മർ ഇതുപോലെ ഒരു പ്ലെയറാണ്, അങ്ങനെയല്ല. പക്ഷേ ഓപ്പോസിറ്റുള്ള ടീമിനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് പറയാം അങ്ങനെയൊന്നുമല്ല. പക്ഷേ വളരെ ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് നെയ്മർ എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെയാണ് ലമീൻ യമാലും. ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ച് ലമീൻ യമാലിനുണ്ട്. അപ്പോൾ അതൊന്ന്
കുറച്ചാൽ മതി. ഓക്കെ, അത് സംഭവം ആ കഴിഞ്ഞ ഇൻസിഡൻറ്റിൽ ബാഴ്സലോണയുടെ പ്ലേയേഴ്സ് അത്രയധികം സപ്പോർട്ടൊന്നുമല്ല. ഓക്കെ, ഫ്രാങ്കി ഡി യോങ് ഒക്കെ പറഞ്ഞത് ലമീൻ യമാലിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഡാനി കാർവാലിന് ലമീൻ യമാലിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ്. സോ പേഴ്സണലി സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് ഫ്രാങ്കി ഡി യോങ് പറഞ്ഞത്. ആരും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. റയൽ മാഡ്രിഡ് റോബയും മോങ്ങും എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായം കൺസിഡർ ചെയ്യണം എന്നുള്ള രീതിയിലാണ്. എംബാപ്പെ അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരാം. കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ ആ ഒരു പ്രായം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പ്രായമാണ്. അതുകൊണ്ടാണിത്. എന്തായാലും ലമീൻ യമാൽ ഞാൻ പറയാമല്ലോ, ഈ ഒരു മാച്ചിൽ കിട്ടില്ല കളിയായിരുന്നു. ഓക്കെ, ലമീൻ യമാൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ക്ലബ് ബ്രൂഗയിൽ നിന്ന് പൊട്ടി പോകുന്നതിന്, ബെൽജിയത്തിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങി പോരേണ്ടി വന്നതിന് അടുത്ത നാണക്കേടായതിനെ ബാഴ്സലോണക്ക് ലിറ്ററലി. ഓക്കെ, എന്തായാലും ലമീൻ യമാൽ അതിൽ നിന്ന് ബാഴ്സലോണയെ സേവ് ചെയ്തിട്ടുണ്ട്. സോ ഹൻസി ഫ്ലിക്ക് ഇനിയും ആ ഒരു സിസ്റ്റം മാച്ചിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണേ. ഇത് അതന്നെ വേണം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. എസ്പെഷ്യലി ഓൺ ബിഗ് ഗെയിംസ്. റയൽ മാഡ്രിഡിനെതിരെ നമ്മൾ കണ്ടു, PSG-ക്കെതിരെ നമ്മൾ കണ്ടു. ബിഗ് ഗെയിംസിൽ പാളിപ്പോവാണ് ഈ ഒരു ഹൈലൈന്. ലാലിഗയിലെ ടീം തന്നെ ചെറിയ കുഞ്ഞു ടീമുകൾ തന്നെ ആ ബാഴ്സലോണയുടെ ഈ ടാക്ടിക്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ഒരു ഫാൾസ് 9, ആ ഒരു ഫാൾസ് ഓഫ് സൈഡ്, ആ ഒരു ട്രാപ്പൊക്കെ നമ്മൾ കണ്ടതാണ് റയൽ വയക്കാരൊക്കെ നടത്തിയത്. സോ അത് ചില സമയത്ത് അഡാപ്റ്റ് ചെയ്ത് മാറ്റിപ്പിടിക്കണം, അല്ല അതിനെ കൗണ്ടർ ചെയ്യണം. ഓക്കെ, അരാഗം ഒന്നും ഹൈലൈന് പറ്റിയ ഒരാളെ അല്ല, നമുക്ക് അറിയുന്നതാണ്. കുബാർസിയും എറിക് ഗാർസിയാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബാഴ്സലോണയുടെ ഡിഫൻസ് ഹൈലൈന് പറ്റിയൊരു ഡിഫൻസ് അല്ല, പ്രോപ്പർ ഒരു ബാക്കപ്പിൽ. എറിക് ഗാർസിയൊന്നും അത്ര ഡിഫൻസ് അടിപൊളിയാണ്. ഇനിഗോ മാർട്ടിനസ് പോയതിന് ശേഷം ആ ഒരു ക്യാപ്റ്റൻസി ഡിഫൻസിൽ എടുക്കാൻ ഒരാളില്ല. അവിടെ അങ്ങനെ ഒരു നേതൃത്വം വഹിക്കാൻ ഒരാൾ വേണമല്ലോ ഇനിഗോ മാർട്ടിനസിനെ പോലെ. അങ്ങനത്തെ ഒരാളില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരാളെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയാം, വേറെ ഒരാളെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. അത് വേറെ ആരുമില്ല, റാഫീനിയാണ്. റാഫീനിയുടെ വർക്ക് റേറ്റ് എന്ന് പറയുന്നത് അത് ചെറുതല്ല. അതിപ്പോൾ ബാഴ്സലോണയുടെ ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ സീസണിലെ ബീസ്റ്റ് എന്ന് പറയുന്നത് റാഫീനിയായിരുന്നു. ബെസ്റ്റ് പ്ലെയർ കഴിഞ്ഞ സീസണിലെ റാഫീനിയായിരുന്നു ബാഴ്സലോണയിൽ. ലമീൻ യമാൽ അല്ല. ലമീൻ യമാൽ സെക്കൻഡാണ്. റാഫീനിയായിരുന്നു കഴിഞ്ഞ സീസണിൽ നല്ല ക്ലച്ച് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ റാഫീനയെ ലാസ്റ്റ് ഫിഫ് പ്രോ വേൾഡ് 11 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ റാഫീന അതിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാകും ബാഴ്സലോണയുടെ ഓഡിയൻസൊക്കെ. അദ്ദേഹം എല്ലാ കപ്പും മാൻ ഓഫ് ദി മാച്ചും ആ ഒരു കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പല ക്ലച്ച് മൊമെൻറ്റ്സും അദ്ദേഹം ആ ഒരു സ്റ്റോറി ഇടുന്നുണ്ടായിരുന്നു. സങ്കടം കൊണ്ടായിരിക്കൂടെ ബാലൻ ഡിയോറിൽ 5th. എന്തായാലും റാഫീനിയുടെ ആ ഒരു ഓഫ് ദ ബോൾ വർക്ക് റേറ്റും ഓൺ ദ ബോൾ വർക്ക് റേറ്റും ബാഴ്സലോണ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് മാച്ച് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ ബാഴ്സലോണ ഇന്നത്തെ മാച്ചിൽ സ്റ്റാർട്ടിംഗ് 11-ൽ വന്നത് ഗോൾ കീപ്പർ ഷെസ്നി തന്നെയായിരുന്നു. ജോയൻ ഗാർസി എത്തിയിട്ടില്ല. പിന്നെ അതുപോലെ എറിക് ഗാർസിയും അരാഗും ആയിരുന്നു. കുബാർസി പുറത്തായിരുന്നു. റൈറ്റ് ബാക്കിൽ കുണ്ടെ, ലെഫ്റ്റിൽ നമ്മുടെ ബാൾഡെ, പിന്നെ കൈസാഡവും, പിന്നെ അതുപോലെ ഫ്രാങ്കി ഡി യോങ്ങും മിഡ്ഫീൽഡിൽ, ഫെർമിൻ ലോപ്പസ് ആ ഒരു നമ്പർ 10 റോളിൽ, ലമീൻ യമാൽ റൈറ്റിലും ലെഫ്റ്റിൽ റാഷ്ഫോർഡും, സ്ട്രൈക്കറായിട്ട് ഫെറാൻ ടോറസും. ഓക്കെ, ലെവൻഡോസ്കിയിലെ ഫെറാൻ ടോറസ് ആയിരുന്നു. ക്ലബ് ബ്രൂഗെ തുടക്കം തന്നെ നല്ലൊരു അറ്റാക്ക് നടത്തി. അതായത് ഈ കാർലോസ് ഫോബ്സ് അദ്ദേഹം ഒരു ഹൈലൈനെ ബ്രീച്ച് ചെയ്തിട്ട് ഒരു റണ്ണ് ഡയഗണലി അങ്ങോട്ട് നടത്തിയിട്ട് ത്രൂ ബോൾ മേടിച്ച് നേരെ അങ്ങോട്ടേക്ക് ഓടി, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അങ്ങോട്ട് ഓടി. അത് വല്ലാത്തൊരു ഡിഫെൻസീവ് സ്പ്ലിറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് ആ ബോളും കൊണ്ട് അങ്ങനെ പോയി അവരുടെ സ്ട്രൈക്കറിന് ഷെസ്നിയെ ബീറ്റ് ചെയ്യാൻ വേണ്ടി നേരെ അവരുടെ സ്ട്രൈക്കറിന് ഇട്ട് കൊടുത്ത ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. ഈസി ആയിട്ട് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു. ആ ഒരു സമയത്ത് ബാൾഡെ എന്തിനാണ് ആ ഒരു ത്രൂ ബോൾ കൊടുത്ത ആളുടെ ക്ലബ് ബ്രൂഗേൻ്റെ പ്ലെയറിൻ്റെ അടുത്ത് എന്തിനാണ് ഓടിയത് എന്നറിയില്ല. ആ ഒരു സ്പേസിലോട്ടാണ് ആക്ച്വലി ഫോബ്സ് ഓടിയത്. അത് ബാൾഡെ എന്തിനാണ് ഓടിയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അവിടെ റാഷ്ഫോർഡ് തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് കൗണ്ടർ ചെയ്താൽ മതിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കൗണ്ടർ പ്രസ് റാഷ്ഫോർഡിൻ്റെ ഒന്നും അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഹൈലൈൻ അവിടെ ബ്രീച്ച് ആയത്. ഓക്കെ, ഹൈലൈൻ പാളിപ്പോയത് അവിടെ അതുകൊണ്ടാണ്. കാരണം റാഷ്ഫോർഡ് അവിടെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്തില്ല. ബാൾഡേക്ക് പോകേണ്ടി വന്നു. ആ ഒരു സ്പേസിലോട്ട് ഫോബ്സ് വന്നു. ഓക്കെ, അപ്പോൾ ഫോബ്സ് ആ ഒരു സ്പേസ് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു. അത് ഏത് പ്ലെയറും യൂട്ടിലൈസ് ചെയ്യൂടെ. പിന്നെ ഫോബ്സ് നല്ല ഫോമിലാണ്. അദ്ദേഹം അത് സ്ട്രൈക്കറിന് ഇട്ട് കൊടുത്തു, ഗോളായി. ഓക്കെ, അത് പ്രോപ്പർ ആ ഒരു ലൈൻ ഇറക്കാത്തതിൻ്റെ പ്രശ്നമാണത്. അല്ലെങ്കിൽ ഇന്ന് കൗണ്ടർ പ്രസ് നടക്കണം പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ പണി പോകണം. അത് നമ്മൾ കണ്ടു. എക്സാമ്പിൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബാഴ്സലോണയുടെ ഓഡിയൻസ് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈസി ആയിട്ട്. അങ്ങനെ ഫസ്റ്റ് ഗോൾ വരുന്നു. അതിൻ്റെ റിട്ടേൺ ആയിട്ട് ലമീൻ യമാൽ ഒരു ഫെർമിൻ ലോപ്പസിന് ഒരു ബോൾ കൊടുക്കുന്നു. ആ ഫെർമിൻ ലോപ്പസ് അത് നേരെ ഫെറാൻ ടോറസിന് കൊടുക്കുന്നു. ഫെറാൻ ടോറസ് സ്കോർ ചെയ്യുന്നു ഗോൾ. അങ്ങനെ 1-1 സ്കോർ ആവും. ഇതൊക്കെ ഇൻസൈഡ് ഫസ്റ്റ് ഹാഫ് തന്നെ നല്ല ഇൻസൈഡ് 10 മിനിറ്റ്സ് തന്നെ നല്ല കളി വന്നിട്ടുണ്ട്. ഈ ഒരു ഫോബ്സ് ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞേക്ക് തന്നെ ഫെറാൻ ടോറസ് അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂണ്ടയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അത് പോസ്റ്റുമ തട്ടി പോയിട്ടുണ്ട്. ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അതും പോസ്റ്റുമ തട്ടി വുഡ് വർക്ക് തട്ടി പോയിട്ടുണ്ട്.
ബാഴ്സലോണ പറയുകയാണെങ്കിൽ ഷോട്ടൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ 28 ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ 6 കണ്ടിട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷെ അവന്മാർ ക്ലബ് ബ്രൂഗെ 9 ഷോട്ട് എടുത്തിട്ടുണ്ട്, അതിൽ 6 ഓൺ ടാർഗറ്റ്, 9 അല്ല പണ്ണോ കറക്റ്റ് ഓർമ്മയില്ല, അതിൽ 6 ഓൺ ടാർഗറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അതിൽ 3 ഗോളാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലബ് ബ്രൂഗെ ഏതാണ് കുറച്ച് അറ്റാക്കുകൾ നടത്തിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ക്വാളിറ്റിയാണ്, ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള അറ്റാക്കുകളാണ് ക്ലബ് ബ്രൂഗെ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലബ് ബ്രൂഗേൻ്റെ തന്നെ ഫോബ്സ് ബാഴ്സലോണ ഇങ്ങനെ സ്ലോ പേസ് അല്ല അത്യാവശ്യം ഇൻറ്റൻസിറ്റിയിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ക്ലബ് ബ്രൂഗേൻ്റെ ഒരു ഡിഫൻഡർ ഒരു ബോൾ അവരുടെ മിഡ്ഫീൽഡർ കൊടുക്കുന്നു. ആ മിഡ്ഫീൽഡർ അല്ല ഇവർ ഈ ഫോബ്സിന് തന്നെ കൊടുക്കുന്നു. ഫോബ്സ് തന്നെയുണ്ടോ ആ ഒരു ബോൾ വിൻ ചെയ്യാൻ വേണ്ടി അവിടെ വർക്ക് റേറ്റ് ഇട്ടത്. അത് വേറെ കാര്യം. ഫോബ്സ് ഇന്നലത്തെ കഴിഞ്ഞ മാച്ചിൽ ബാഴ്സലോണയെ തലവേദന പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദ മാച്ചിലെ. ഫോബ്സ് ആ ഒരു ബാഴ്സലോണയുടെ കയ്യിൽ നിന്നും ബോൾ എടുക്കാൻ വേണ്ടി അദ്ദേഹം ട്രൈ ചെയ്യുന്നു. ആ ഒരു ബോൾ നേരെ ക്ലബ് ബ്രൂഗേൻ്റെ ഡിഫൻഡറിന് കിട്ടുന്നു. ക്ലബ് ബ്രൂഗേൻ്റെ ഡിഫൻഡർ ഫോബ്സിന് തന്നെ കൊടുക്കുന്നു. ഫോബ്സ് അതൊരു മിഡ്ഫീൽഡറിന് കൊടുക്കുന്നു. മിഡ്ഫീൽഡർ എന്ത് ചെയ്തു, ത്രൂ ബോൾ നേരെ ഫോബ്സിനെ അങ്ങോട്ട് കൊടുക്കുന്നു. ഫോബ്സ് സെൻട്രൽ ലൈൻ്റെ ഇപ്പുറത്തായതുകൊണ്ട് അദ്ദേഹം ഓഫ് സൈഡല്ല. പിന്നെ അവിടെ ആകെ ഉണ്ടായിരുന്നത് അരാഹുവ മാത്രമായിരുന്നു. അരാഹുവിനൊക്കെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്തു. അത് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തു. ചിപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഗോൾ സ്കോർ ചെയ്തത് തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മ. അത് രണ്ടാമത്തെ ചിപ്പ് ചെയ്തിട്ടല്ല. ഓക്കെ, അദ്ദേഹം ഷോട്ട് എടുത്തേക്കാം. അത് അങ്ങനെ ഗോളായി. ഷെസ്നിയെ ബീറ്റായി. 1-on-1 വിത്ത് ഷെസ്നി ആയിരുന്നു. ഫോബ്സ് ഫോം ആയതുകൊണ്ട് തന്നെ അത് ഗോളാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആ ഒരു ബാഴ്സലോണയുടെ ഗോൾ വരുന്നത്. ലമീൻ യമാൽ മാൻ. അതായത് അപ്പോഴേക്കും സെക്കൻഡ് ഹാഫിലാണ് കേട്ടോ ഈ ഒരു ഗോൾ വരുന്നത്. ഡാനി ഓൾമോ കാസൗട്ടിനെ മാറ്റി ഡാനി ഓൾമോനെ കൊടുത്തിരുന്നു. ഡാനി ഓൾമോ ഒരു ബോൾ ലമീൻ യമാലിന് കൊടുത്തു. ലമീൻ യമാൽ മാൻ അത് കട്ട് ചെയ്ത് അങ്ങനെ പോയി ഫെർമിൻ ലോപ്പസ് കൊടുക്കുന്നു. ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു ക്വാളിറ്റി ഫ്ലിക്ക്. ആ ഒരു ഫ്ലിക്ക് കണ്ടവർക്ക് മനസ്സിലാവും. ഫ്ലിക്ക് നേരെ ലമീൻ യമാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിതത്തിനനുസരിച്ച്, ആ ഒരു റൺ ചെയ്യുന്ന റിതത്തിനനുസരിച്ച് അങ്ങോട്ടേക്ക് ബോൾ വെച്ച് കൊടുക്കുന്നു. ആ ബോൾ കൊണ്ട് ലമീൻ യമാൽ പോകുന്നു. ലെഫ്റ്റ് ലെഗ് കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് ഒരു ടാപ്പിലൂടെ അത് ഉള്ളിലോട്ട് ഇടുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡിൻ്റെ ലെഫ്റ്റ് കോർണറിലോട്ട്, പോസ്റ്റിൻ്റെ ബോട്ടം കോർണറിലോട്ട് പോകുന്നു. ഗോളാവുന്നു. എജാതി ഗോൾ, കിടിലൻ ഗോൾ, സൂപ്പർബ് ഗോൾ. അത് മാത്രമേ ആ ഒരു ലമീൻ യമാലിൻ്റെ ഗോളിനെ പറ്റി എനിക്ക് പറയാനുള്ളൂ പേഴ്സണലി. ലാസ്റ്റ് LKക്കെതിരെയും ലമീൻ യമാൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു. LKക്കെതിരെയുള്ള മാച്ചിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. സോ സ്ട്രിക്ട്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഒന്നും വിചാരിക്കരുത്. സോ അപ്പോൾ LKക്കെതിരെ വിജയിച്ചിട്ടുണ്ട് ലാ ലീഗയിൽ. ഇപ്പോൾ ഇത് പക്ഷേ സമനിലയായിപ്പോയി. ഈ 2 മാച്ചിൽ ലമീൻ യമാൽ ഫോമായി എന്നുള്ളതാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക നല്ലൊരു വാർത്ത. ഓക്കെ, ലമീൻ യമാൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടൊരു പ്ലെയർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫോബ്സിന് ഒരു ബോൾ കിട്ടുന്നു. അദ്ദേഹത്തിന് ഒരു ത്രൂ ബോൾ കിട്ടുന്നു. ഫോബ്സ് അത് ചിപ്പ് ചെയ്ത് ഗോളാക്കുന്നു. എനിക്ക് തോന്നുന്നു ലമീൻ യമാലിൻ്റെ ഒരു ചാൻസ് കഴിഞ്ഞേക്കിന് തന്നെ ഫോബ്സിന് വീണ്ടും ഒരു ചാൻസ് കിട്ടിയിരുന്നു. പക്ഷേ അത് ഗോളാക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. ഭാഗ്യത്തിന് ഗോളാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫോബ്സിനെ ഫൗൾ ചെയ്തിട്ട് ക്ലബ് ബ്രൂഗയ്ക്ക് ഒരു പെനാൽറ്റിയും കിട്ടിയിരുന്നു. ഓക്കെ, പക്ഷെ അത് വാർ ചെക്ക് ചെയ്ത സമയത്ത് അത് ഫോബ്സ് നേരെ എനിക്ക് തോന്നുന്നു എറിക് ഗാർഷ്യ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എറിക് ഗാർഷ്യ തന്നെയാണോ അത് ആരോ ഒരാൾ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഫോബ്സ് അവരുടെ കാലിന് അടിച്ചേക്കാണ്. പക്ഷേ അദ്ദേഹം തട്ടി വീണു. അത് നാച്ചുറലി നമുക്ക് തോന്നാം, അത് കാൽമ തട്ടിയതുപോലെ തോന്നാം. പക്ഷേ ഫോബ്സ് അത് ആക്ച്വലി അവരുടെ കാലിൻ്റെ അടിച്ചേക്കായിരുന്നു. അതുകൊണ്ട് അത് പെനാൽറ്റി കൊടുത്തില്ല. വാർ ചെക്ക് ചെയ്ത സമയത്ത് പെനാൽറ്റി ഇല്ല എന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ 2-2 ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഫോബ്സ് പിന്നെ 3ാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. 2 ഗോൾ ഒരു അസിസ്റ്റുമാണ് ഈ ബാഴ്സലോണയ്ക്കെതിരെ ഫോബ്സ് പുറത്തെടുത്തത്. എച്ചാതി കളി. പിന്നെ 81ാമത്തെ 82ാമത്തെ മിനിറ്റിലാണ് ലമീൻ യമാൽ ഒരു ബോൾ റൈറ്റ് കോർണറിൽ നിന്നും കൊണ്ടുവരുന്നു. അദ്ദേഹം ക്രോസ് ചെയ്യാൻ കൊടുക്കുന്നു. പക്ഷേ ക്രോസ് ചെയ്ത സമയത്ത് ക്ലബ് ബ്രൂഗേൻ്റെ ഡിഫൻഡറിൻ്റെ ദേഹത്ത് തട്ടി അത് പോസ്റ്റിൻ്റെ ആ ഒരു ലെഫ്റ്റ് കോർണറിലോട്ട് ഡിപ്പായിട്ട് ഇറങ്ങുന്നു. അങ്ങനെ 3-3 എന്നുള്ളൊരു സ്കോറായിട്ട് മാറുന്നു. പക്ഷേ അതിന് ലമീൻ യമാലിന് പ്രത്യേകിച്ച് അസിസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഫെർമിൻ ലോപ്പസിന് 2 അസിസ്റ്റ്. ഫെറാൻ ടോറസ് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ലമീൻ യമാൽ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പിന്നെ ഓൺ ഗോളാണ് അവരുടെ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ബാഴ്സലോണയുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അവസാനം പിന്നെ ആരാപ്പോൾ ആ ബോൾ ഷെസ്നി കൊടുത്ത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഷെസ്നിക്ക് ഒരു ബോൾ ബാക്ക് പാസ് കൊടുക്കുന്നു. ഇത് 7ാം നമ്പർ തന്നെയാണോ ക്ലബ് ബ്രൂഗേൻ്റെ ഒരു സ്ട്രൈക്കർ. അദ്ദേഹം ഓടിച്ചെന്ന് ആ ഒരു ബോൾ എടുക്കുന്നു. സ്ലൈഡ് ചെയ്ത ആ ഒരു ബോളിൽ, പക്ഷേ ബോളിൽ ടച്ച് ചെയ്തില്ല. ഷെസ്നി അവിടെ ഉണ്ടായിരുന്നു. ഷെസ്നി കംപ്ലീറ്റ്ലി ആ ഒരു ബോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഡിഫെൻഡ് ചെയ്ത് നല്ല ഡ്രിബിൾ ചെയ്തെടുത്തു ഷെസ്നി. ആ ബോൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ചങ്ങായി നീച്ച സമയത്ത് ഷെസ്നിയുടെ ദേഹത്തട്ടി അപ്പം തന്നെ വീണും ചെയ്തു ഗോളാക്കി. ആദ്യം റെഫറി ഗോൾ പിടിച്ചു. ഓക്കെ, പിന്നെ വാർ ചെക്ക് ചെയ്ത സമയത്ത് ഗോൾ കൊടുത്തില്ല. എക്സ്ട്രാ ടൈമില്ല. അത് ഗോളായിരുന്നു എന്നുണ്ടെങ്കിൽ ബാഴ്സലോണ ഹാർട്ട് ബ്രോക്കൺ ആയേനെ ലിറ്ററലി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് മിനിറ്റിൽ തോൽക്കേണ്ടതായിരുന്നു. പക്ഷേ വാർ ചെക്ക് ചെയ്ത സമയത്ത് അത് ഗോളായില്ല. അങ്ങനെ ബാഴ്സലോണ 3-3 എന്നുള്ളൊരു സ്കോറിന് അവിടെ ലോക്കായി. ക്ലബ് ബ്രൂഗെ ലോക്കാക്കി. ഫോബ്സാണ് മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ബാഴ്സലോണ സമനിലയിൽ പിടിച്ചു. ഇനി ചാമ്പ്യൻസ് ലീഗിൽ നെക്സ്റ്റ് മാച്ചസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ബയേണാണ് ഏറ്റവും ടോപ്പിൽ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ആഴ്സണലാണ്. നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ഫിക്സ്ചറിൽ എനിക്ക് തോന്നുന്നു ആഴ്സണൽ വേഴ്സസ് ബയേൺ മ്യൂണിക്ക് മാച്ച് വരുന്നുണ്ടെങ്കിൽ അത് കിടിലൻ മാച്ചായിരിക്കും. ആ ഒരു മാച്ചിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും.
സോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കറണ്ട് ബാഴ്സലോണയുടെ സിറ്റുവേഷൻ. പെഡ്രിയുടെ ഇഞ്ചുറി ബാഴ്സലോണയുടെ ഒരു മിഡ്ഫീൽഡിനെ ചെറുതായിട്ട് അറ്റാക്ക് ഒരു പ്രോബ്ലം വരുത്തിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ മാച്ചിൽ റാഷ്ഫോർഡ് ഒരു ഇച്ചിരി ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. 83ാമത്തെ മിനിറ്റിലാണ് റാഷ്ഫോർഡിനെ മാറ്റിയത്. അത്രയും ഔട്ട് ഓഫ് ഫോം ആയിട്ട് 83ാമത്തെ മിനിറ്റ് അത്യാവശ്യം ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. സോഫാ സ്കോർ റേറ്റിംഗ് എടുത്ത് നോക്കിയാൽ മതി, 5.8 റാഷ്ഫോർഡിന്. അങ്ങനെ സോ അത്രയൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ബാഴ്സലോണയുടെ മാച്ച് നോക്കാം. താങ്ക് യു സോ മച്ച്.